സമുദ്രത്തിന്റെ നീലിമക്കടിയിൽ ഒളിച്ചിരിക്കുന്ന ശത്രുക്കളുടെ ഉറക്കം കെടുത്താൻ ഇന്ത്യയുടെ പുതിയ വേട്ടക്കാരൻ എത്തിക്കഴിഞ്ഞു. ആഴക്കടലിലെ നിശബ്ദ നീക്കങ്ങളെപ്പോലും നിഷ്പ്രഭമാക്കി ശത്രു അന്തർവാഹിനികളെ തകർത്തെറിയാൻ ശേഷിയുള്ള ഡോൾഫിൻ ഹണ്ടർ എന്നറിയപ്പെടുന്ന INS അഞ്ജദീപ് ഔദ്യോഗികമായി ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായിരിക്കുന്നു. ചെന്നൈ തുറമുഖത്ത് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ഫെബ്രുവരി 27-ന് ഈ അത്യാധുനിക യുദ്ധക്കപ്പൽ കമ്മീഷൻ ചെയ്തതോടെ ഇന്ത്യൻ തീരങ്ങൾക്ക് ഇനിയൊരു ഉരുക്കു കവചം കൂടി സ്വന്തമായിരിക്കുകയാണ്. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ കരുത്തിൽ പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിക്കപ്പെട്ട ഈ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് രാജ്യത്തിന്റെ നാവിക പ്രതിരോധ ചരിത്രത്തിലെ പുതിയൊരു നാഴികക്കല്ല് തന്നെയാണ്. വെറുമൊരു യുദ്ധക്കപ്പൽ എന്നതിലുപരി അത്യാധുനിക സെൻസറുകളും ആയുധങ്ങളുമായി കടൽ തീരങ്ങളിൽ അദൃശ്യമായ സുരക്ഷാ വലയം തീർക്കുന്ന ഈ കരുത്തൻ സമുദ്ര സുരക്ഷയിൽ ഇന്ത്യയുടെ ആധിപത്യമുറപ്പിക്കുന്ന നിർണായക ചുവടുവെപ്പായി കൂടി മാറിയിരിക്കുകയാണ്. അന്തർവാഹിനി വിരുദ്ധ യുദ്ധത്തിനായി ആഴം കുറഞ്ഞ ജലമേഖലകളിൽ പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്ത 8 കപ്പലുകളുടെ പദ്ധതിയിൽ മൂന്നാമത്തേതാണ് INS അഞ്ജദീപ്. കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് നിർമ്മിച്ച ഈ 77 മീറ്റർ നീളമുള്ള കപ്പൽ തീരദേശവും ലിറ്റോറൽ പോരാട്ട സാഹചര്യങ്ങളും നേരിടുന്നതിനായി പ്രത്യേക സാങ്കേതിക സംവിധാനങ്ങളോടെ സജ്ജമാക്കിയിരിക്കുന്നു. വാട്ടർ ജെറ്റ് പ്രൊപ്പോഷൻ സംവിധാനത്തിന്റെ സഹായത്തോടെ 25 നോട്ട് വരെ വേഗത കൈവരിക്കാൻ കഴിയുന്ന കപ്പൽ ദ്രുത പ്രതികരണ ദൗത്യങ്ങൾക്ക് ഏറെ അനുയോജ്യമാണ്. ഹൾ മൗണ്ടഡ് അബേസോണൽ സംവിധാനം ഉൾപ്പെടെയുള്ള തദ്ദേശീയമായി വികസിപ്പിച്ച ആധുനിക സെൻസർ ആയുധ പാക്കേജുകളാണ് കപ്പലിന്റെ പ്രധാന ശക്തി. ലൈറ്റ് റേറ്റ് ടോർപിഡോകളും ASW റോക്കറ്റുകളും ഉപയോഗിച്ച് ശത്രു സബ്മറൈനുകളെ കണ്ടെത്താനും പിന്തുടരാനും ആക്രമിക്കാനും ഈ കപ്പലിന് കഴിയും. കർണാടകയിലെ കാർവാർ തീരത്തുള്ള അഞ്ജദീപ് ദ്വീപിന്റെ പേരിലാണ് കപ്പലിന് നാമകരണം ചെയ്തിരിക്കുന്നത്. അന്തർവാഹിനി വിരുദ്ധ യുദ്ധ ദൗത്യങ്ങൾക്ക് പുറമെ തീരദേശ നിരീക്ഷണം, കുറഞ്ഞ തീവ്രതയുള്ള സമുദ്ര ഓപ്പറേഷനുകൾ, തിരച്ചിൽ, രക്ഷാപ്രവർത്തനങ്ങൾ എന്നിവയും INS അഞ്ജദീപ് നിർവഹിക്കും. തമിഴ്നാട്, പുതുച്ചേരി ഉൾപ്പെടെയുള്ള തീരപ്രദേശങ്ങളുടെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം തന്നെ ഇന്ത്യയുടെ വിശാലമായ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലും ഈ കപ്പൽ നിർണായക പങ്ക് വഹിക്കുമെന്നാണ് നാവികസേനയുടെ വിലയിരുത്തൽ.